സത്യാനന്തരകാലം ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഞാനൊക്കെ കൂടുതലും ഈ പറയുന്നത് കേട്ടിട്ടുള്ളത് ഈ നമ്മുടെ എം സ്വരാജ് പറയുന്ന, അദ്ദേഹം അതിനെപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ എന്താണ് ഈ സത്യാനന്തരകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിലപ്പോൾ അറിയാതെയൊക്കെ ആയിരിക്കാം പ്രയോഗിക്കുന്ന ഈ പ്രയോഗം. പൊതുവായിട്ട് അങ്ങ് അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാനുള്ളത്? വാസ്തവത്തിൽ സത്യാനന്തരകാലം എന്ന് പറയുന്ന പ്രയോഗം ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ട പ്രയോഗം ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല. അതൊരു നെഗറ്റീവ് വാക്കാണ്. ഇത് ആരംഭിക്കുന്നത് 1992 ഈ ഒരു പദം ആദ്യമായിട്ട് വരുന്നത്. ഒരു സെർബിയൻ അമേരിക്കൻ എഴുത്തുകാരനായിട്ടുള്ള സ്റ്റോജൻ ടെസിക് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ആദ്യമായിട്ട് ഈ പദം ഉപയോഗിക്കുന്നത്. അദ്ദേഹം അതിന് കൊടുത്ത നിർവചനം ഇങ്ങനെയാണ്: സത്യകാലം അവസാനിച്ചു, ഇനി അസത്യത്തിൻ്റെ കാലം മാത്രമാണ് എന്ന ഒരു പൊതുവായ നിർവചനമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പദം ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് 2016 രണ്ട് സംഭവങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിലൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ്, ഒന്ന്. രണ്ട് ബ്രെക്സിറ്റ് ഉടമ്പടിയാണ്. ഈ രണ്ട് സംഭവങ്ങളെയും മുൻനിർത്തി യൂറോപ്യൻ മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ ഈ പദം കൂടുതലായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആ വർഷത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് എന്ന രീതിയിൽ ഈ ഒരു പദത്തിന്, പോസ്റ്റ് ട്രൂത്ത് എറ എന്നുള്ള വാക്കിന് അന്നത്തെ ആ വർഷത്തെ ഒരു അവാർഡ് കൊടുത്തു, വേർഡ് ഓഫ് ദ ഇയർ അവാർഡ് കൊടുത്തു. അങ്ങനെയാണ് ആ വാക്ക് പ്രസിദ്ധമാവുന്നത്. അതിൻ്റെ പിന്നിലുള്ളത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ സംവാദങ്ങളുണ്ടാകുമല്ലോ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ. അന്ന് ഹിലാരി ആയിരുന്നു ഒരു സ്ഥാനാർത്ഥി, ട്രംപ് ആയിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥി. ഇവർ രണ്ടുപേരും സംവാദത്തിനിടയിൽ 217 കളവ് പറഞ്ഞു, വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞു. 217 കാര്യം പറഞ്ഞു. അതിൽ 79% വ്യാജം പറഞ്ഞത് ട്രംപാണ്, 21% ഹിലാരി പറഞ്ഞു. അപ്പോൾ കൂടുതൽ കളവ് പറഞ്ഞയാൾ ജയിച്ചു. അതുകൊണ്ട് ഈ പറയുന്ന പദം സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പൊതുവെ മാധ്യമങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ വിഷയം ബ്രെക്സിറ്റ് ഉടമ്പടിയാണ്. നമുക്കറിയാം, ബ്രെക്സിറ്റ് ഉടമ്പടിയിൽ ആ ഉടമ്പടിയിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ള ഇംഗ്ലണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ഇംഗ്ലണ്ടിനുണ്ടാകുമെന്ന് അന്നത്തെ ഭരണാധികാരികൾ വിശ്വസിപ്പിച്ചു. പക്ഷേ അത് കേവലം വ്യാജമായിരുന്നു, കളവ് പറഞ്ഞിട്ടാണ് അവർ വിശ്വസിപ്പിച്ചത്. അതിനുശേഷം ആ ഇംഗ്ലണ്ടിന് മനസ്സിലായി ഇത് ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി ജനങ്ങൾക്ക്. അപ്പോൾ എങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സംഭവങ്ങളെ മുൻനിർത്തിയിട്ട് വ്യാജമായ കാര്യങ്ങൾ ഒരു പൊതുസമൂഹത്തെ വിശ്വസിപ്പിച്ച് ഒരു പൊതുബോധം ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് പൊതുവെ സത്യാനന്തരകാലം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാധ്യമങ്ങളാണ്. വാസ്തവത്തിൽ മാധ്യമങ്ങളിലെ പ്രശ്നങ്ങളാണ് സത്യാനന്തരകാലം എന്നുള്ള വാക്കിൻ്റെ പിന്നിലുള്ളത്. കാരണം മാധ്യമങ്ങൾ സത്യം വളച്ചൊടിക്കുന്നു, എന്നിട്ട് ഒരു പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴേക്ക് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം. ഇത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, നമ്മളെ സാംസ്കാരിക രംഗത്തേക്ക് വരുന്നു, സാഹിത്യത്തിലേക്ക് വരുന്നു. അങ്ങനെ ഈ ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ യുവാൽ നോവ ഹരാരി എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ ചരിത്രകാരനാണ്. അദ്ദേഹത്തെ നമുക്കൊക്കെ അറിയാം, വളരെ പ്രസിദ്ധനായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങൾ. ഒന്ന് മനുഷ്യചരിത്രത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, വർത്തമാനകാലത്തെക്കുറിച്ച്. സാപ്പിയൻസ് എന്നുള്ള പുസ്തകമാണ് തുടക്കം. പിന്നീട് ഹോമോദിയൂസ് വന്നു. അവസാനം 2018 21 ലെസൺ ഫോർ 21st സെഞ്ച്വറി എന്നുള്ള പുസ്തകം വന്നു. ഈ അടുത്ത കാലത്ത് നെക്സസ് എന്ന പേരിൽ ഇൻഫർമേഷൻ്റെ യുഗത്തെക്കുറിച്ച് ഒരു പുസ്തകം കൂടി വന്നിട്ടുണ്ട്. ഇതിൽ 21 ലെസൺ ഫോർ 21st സെഞ്ച്വറി എന്ന് പറയുന്ന പുസ്തകത്തിലാണ്, അതിലൊരു അധ്യായത്തിൽ അദ്ദേഹം ഈ സത്യാനന്തരകാലം എന്നുള്ള വാക്ക് പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് 2016 വേണ്ട 1992 തുടങ്ങിയതൊന്നുമല്ല ഈ സംഭവം. അദ്ദേഹം പറയുന്നു, ഇത് മനുഷ്യ സമൂഹം എപ്പോൾ കുടുംബമായിട്ട് കൂടുകൂട്ടി താമസിച്ച് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടോ അന്ന് മുതൽ ഇത് ആരംഭിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യൻ എപ്പോഴും കളവ് പറഞ്ഞുകൊണ്ട്, കൽപ്പിത കഥകൾ പറഞ്ഞുകൊണ്ട് ആണ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. മറ്റുള്ള ഗോത്രങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുക. അങ്ങനെ വന്ന അവസാനം അതിന് ഏറ്റവും വലിയ തെളിവായിട്ട് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ 2 ഏകാധിപതികൾ, ഹിറ്റ്ലറും സ്റ്റാലിനും കൂടി
ആ സമൂഹത്തെ അടക്കി ഭരിക്കാൻ വേണ്ടി നിർമ്മിച്ചു വെച്ച കുറേ കള്ളത്തരങ്ങളുണ്ട്, വ്യാജയുക്തികളുണ്ട്. അത് അദ്ദേഹം പറഞ്ഞു കേട്ട് ഇതാണ് സത്യാന്തരകാലത്തിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള തെളിവ്. ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഇപ്പോൾ സ്റ്റാലിൻ ഒരു പെൺകുട്ടിയെ അടുത്തിരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അത് റഷ്യ മുഴുവൻ പ്രചരിപ്പിച്ചു. ഗല്ലിയ മാരിക്കോവ്സ് എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആ ചിത്രം പ്രസരിപ്പിക്കുന്നത് ഈ സ്റ്റാലിൻ്റെ ഭരണകാലത്ത് സന്തോഷപ്രദമായിട്ടുള്ള ബാല്യകാലമാണ് എല്ലാ കുട്ടികൾക്കും ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനിടയിൽ തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനെ സ്റ്റാലിൻ കൊന്നുകളഞ്ഞു, സ്റ്റാലിൻ്റെ പട്ടാളക്കാരെ കൊന്നുകളഞ്ഞു, അമ്മയെ നാട് കടത്തി. ആ കുട്ടി ഇപ്പോഴും ഈ റഷ്യയിൽ അലയുകയാണ്, പക്ഷേ ആ ചിത്രം ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണോ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യമല്ല ജനങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടി ഇത് സത്യാന്തരകാലത്തിൻ്റെ തെളിവാണ്. പക്ഷേ ഇതൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സ്റ്റാലിൻ ചെയ്ത കാര്യം ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് വിശ്വസിച്ചു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഇത് വസ്തുതാവിരുദ്ധമാണ്, ഇത് വ്യാജമാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ ഇത് വസ്തുതയാണ് എന്നും ഇത് ഒറിജിനലാണ് എന്നൊക്കെ വിശ്വസിക്കാൻ നമ്മൾ വിധിക്കപ്പെടുന്നു. ഇതാണ് സത്യാന്തരകാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ അറിയില്ലായിരുന്നു സത്യമേത് അസത്യമേതെന്ന് അറിയില്ലായിരുന്നു, അങ്ങനെ വിശ്വസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം സത്യമേതാണ് അസത്യമേതാണ്, യാഥാർത്ഥ്യമേതാണ് അയഥാർത്ഥ്യമേതാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ ഒരു ശീലം പോലെ അസത്യത്തെ സത്യമായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് വാസ്തവത്തിൽ സത്യാന്തരകാലം എന്ന് പറയുന്നത്. ഇതെങ്ങനെ സാഹിത്യത്തിൽ കടന്നു വിടുന്നു ചോദിച്ചാൽ ഞാൻ പറയുന്നതൊരു സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രത്യേകതയല്ല, ഒരു ടെർമിനോളജിയല്ല, നെഗറ്റിവിറ്റിയാണ്.